നമസ്കാരം. മസ്ജിദ് സർവേ തുടർന്ന് സംഘർഷമുണ്ടായ ഉത്തർപ്രദേശിലെ സംഭലിലും ബുൾഡോസർ പ്രയോഗമുണ്ടായ വാർത്ത ഈയിടെയാണ് പുറത്തുവന്നത്. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ സംഭലിലെ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നിരത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഉത്തർപ്രദേശിലെ സീതാപൂരിൽ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. 40 വർഷത്തോളമായി അംഗീകാരവും രജിസ്ട്രേഷനും ഇല്ലാതെയാണ് ഈ മദ്രസ പ്രവർത്തിച്ചിരുന്നത്. വസീം അഹമ്മദ്, സമയുദ്ദീൻ ഹബീബ് എന്നിവർ ചേർന്ന് മഹൂദാബാദ് സദർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബബുവ ഗ്രാമത്തിലെ സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയ മദ്രസ ഇസ്ലാമിയ അൻവാറിൽ ഉലൂം എന്ന മദ്രസ നിർമ്മിച്ചിരുന്നു. ഈ മദ്രസ യാതൊരു അംഗീകാരവുമില്ലാതെ നടത്തുകയും ചെയ്തു. പ്രദേശവാസികൾ നിരവധി തവണ ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. 2018 തന്നെ തഹസിൽദാർ മദ്രസ മാറ്റണമെന്ന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് മദ്രസ പ്രവർത്തനം തുടരുകയുമായിരുന്നു. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കയ്യേറ്റം നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് SDM ശിഖ ശുക്ല വ്യാഴാഴ്ച മദ്രസ പൊളിക്കാൻ നിർദ്ദേശം നൽകി. സദർപൂർ പോലീസും സംഘവും എത്തിയാണ് ബുൾഡോസർ ഉപയോഗിച്ച് മദ്രസ തകർത്തത്. അതേസമയം ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് ഉത്തർപ്രദേശിൽ അനധികൃതമായി കയ്യേറിയ പള്ളി യോഗി സർക്കാർ പൊളിച്ചു നീക്കിയിട്ടുണ്ടായിരുന്നു. തീപൂർ ജില്ലയിലെ ലാലൂലിയിലുള്ള നൂരി ജമാ മസ്ജിദിന്റെ പിൻഭാഗമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയത്. 180 വർഷം പഴക്കമുള്ള പള്ളിയാണ് ഉദ്യോഗസ്ഥർ പൊളിച്ചു മാറ്റിയത്. സർക്കാർ ഭൂമി കയ്യേറിയാണ് പള്ളി നിർമ്മിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നത്. പോലീസ് അകമ്പടിയോടെ ആയിരുന്നു ബുൾഡോസറുകൾ പള്ളി പൊളിക്കുവാനായി എത്തിയത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് 125 കിലോമീറ്റർ അകലെയാണ് ഫത്തേപൂർ ജില്ല. പള്ളിയുടെ പൊളിച്ച ഭാഗം നിയമവിരുദ്ധമായി കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ നിർമ്മിച്ചതാണെന്ന് ജില്ലാ ഭരണകൂടം അവകാശപ്പെട്ടിരുന്നു. അതേസമയം ഈ സംഭവ വികാസങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഇതിനു നേരെ ഉയരുന്നുമുണ്ട്. ഭരണഘടന അനുസൃതമായി നിയമനിർവഹണം നടന്നു പോരുന്ന ഒരു രാജ്യത്ത് ഇത്തരം നിയമവിരുദ്ധ ചെയ്തികൾ എന്തിന്റെ പേരിലായാലും അനുവദിക്കരുത്. ഇതൊക്കെ ചെയ്യാൻ ആർക്കായാലും ധൈര്യം നൽകുന്ന നിയമങ്ങൾ ഏതു തരത്തിലുള്ളതായാലും തിരുത്തി എഴുതപ്പെടാൻ തന്നെ വേണം. നമ്മുടെ നാടിന്റെ വിശാലമായ താല്പര്യത്തിന് അനുഗുണമായാണ് അത്. വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് കുഴലൂതുന്ന ശബ്ദങ്ങൾ ആരുടേതായാലും എതിർത്ത് തോൽപ്പിക്കുകയും വേണം. വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 250 സുരക്ഷിത സ്മാരകങ്ങൾ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്ത് കൈവശപ്പെടുത്തിയെന്ന വാർത്ത ആരെയും അമ്പരപ്പിക്കും. ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത നിയമനിർവഹണമാണിതെന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.